ലക്ഷ്യമുണ്ട്. നമ്മൾ വരും തലമുറയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടുള്ള ചാരിതാർത്ഥ്യം നമുക്ക് നല്ലൊരു തലമുറ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാം ഞാൻ മാറ്റി വെച്ചിട്ട് ഇതിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇതിനിടയ്ക്ക് എൻ്റെ ബ്രദർ രാവിലെ വിളിച്ചിരുന്നു, ചേച്ചി എപ്പോഴാണ് കല്യാണത്തിന് വരിക? ഞാൻ ചേച്ചി പറയുന്ന സമയത്ത് ഞാൻ അവിടെ വരാം, ഗവൺമെന്റ് സ്കൂളിൽ ഇങ്ങനൊരു പ്രോഗ്രാം ഉണ്ട്. പിന്നെ ആദ്യത്തെ ബാച്ചിലെ 2 വർഷം പഠിപ്പിച്ച കുട്ടികൾ അവർ കഴിഞ്ഞ വർഷം ഇങ്ങനൊരു പരിപാടി നടത്തി, ഈ വർഷവും നടത്തുന്നുണ്ട്. ഞാനിത് കഴിഞ്ഞിട്ട് ഞാൻ വൈകിട്ട് കല്യാണത്തിന് വരുള്ളൂ. അപ്പോൾ ചേച്ചി ആ കുട്ടികൾ എങ്ങനെയാണ്? അപ്പോൾ ഓരോരുത്തരും ഞാൻ പറഞ്ഞു, പഠിക്കാൻ എത്ര മോശമായ കുട്ടികൾ പോലും ഇന്ന് നല്ല നിലയിലാണ്. എനിക്കത് ഞങ്ങൾക്ക് കാണുമ്പോഴുള്ള സന്തോഷം. ഏറ്റവും വലിയ ഗുരുദക്ഷിണ നിങ്ങൾ ഞങ്ങൾക്ക് തരുന്നത് ഇതാണ്. കാരണം നിങ്ങൾ നല്ലൊരു നിലയിൽ എത്തിക്കാണുക എന്നുള്ളത് അതിന് ഞങ്ങൾക്ക് വളരെയധികം കരുതാറുണ്ട്. പക്ഷെ അടുത്ത പ്രാവശ്യം നിങ്ങൾ നടത്തുകയാണെങ്കിലും ഞങ്ങൾക്ക് കൈവെള്ളത്തോളം കാലം ഞങ്ങൾ ഇതിൽ പങ്കുകൊള്ളും. ഏറ്റവും വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ് നിങ്ങളുടെ എല്ലാവരുടെയും കുടുംബങ്ങൾക്ക് സന്തോഷവും അഭിവൃദ്ധിയും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, എന്റെ പ്രിയപ്പെട്ട മക്കളെ, അവരുടെ കുടുംബാംഗങ്ങളെ എല്ലാവർക്കും നമസ്കാരം. ഇവിടെ ടീച്ചറും ടീച്ചറൊക്കെ പറഞ്ഞതുപോലെ ഞാൻ ഈ ഓഗസ്റ്റിന് ജൂലൈ ജൂണൊക്കെ പിള്ളേർ വിളിക്കല്ലോ, വിളിച്ചില്ലല്ലോ, ഓഗസ്റ്റിൽ വിളിക്കാന്നല്ലേ പറഞ്ഞ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നതാണ് ശരീരത്തിന് ഫോൺ കിട്ടിയത്. പിന്നെ ആരും അതെ പ്രോഗ്രാം എന്തായാലും ഞാനത് പോയിരിക്കും. പിന്നെ എനിക്ക് തോന്നുന്ന കഴിഞ്ഞ കൊല്ലത്തെ ഓണായിരുന്നു എനിക്ക് ഏറ്റവും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഓരോ ഓണത്തിൽ. ഈ ഓണത്തിന് മുമ്പാണല്ലോ നമ്മൾ കൂടിച്ചേർന്നത്. ആ ഒരു ഓർമ്മയാണ് ഇവിടുന്ന് കോഴിയെ മുതൽ ഇന്നിങ്ങനെ വിടാടി കൂടിയില്ല. മാത്രമല്ല എല്ലാവരും ഞാൻ പറയുമായിരുന്നു. ടീച്ചർ പറഞ്ഞ പോലെ ഇതിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്ന ശിഷ്യന്മാർ നമ്മളേക്കാൾ വലുതായി കാണുമ്പോഴാണ്. നിങ്ങളെ കഴിഞ്ഞ പ്രാവശ്യം ആ അറേഞ്ച് ചെയ്ത ഫംഗ്ഷൻ ഇത്രയും സംഘാടന ശേഷി നിങ്ങൾക്ക് തെളിയിച്ച ഒരു സംഭവമായിരുന്നു. ഉടനെ തന്നെ റീലെ വിളിച്ച് പറഞ്ഞു, ഇനി ഈ ഒരു കൂടിച്ചേരൽ ഇന്ന് ചെയ്യുകയാണെങ്കിൽ ഇതിനോടൊക്കെണ്ടാവും എല്ലാവരോടും പറയണം, ഇത്ര ആഘാതം വേണ്ട, നമ്മുടെ ജസ്റ്റ് ഗെറ്റ് ടുഗദർ എന്നുള്ളതിൽ കവിഞ്ഞ് അത് പോകേണ്ടതാണ്. കൈകൊണ്ട് ബസ്സിൽ പിടിക്കാൻ വയ്യ, എന്നാലും നമ്മൾ ടീച്ചറെ വരും, നമ്മുടെ പിള്ളേരെ ടീച്ചറെ അവിടെ കൊണ്ടാക്കി തരും, അത് നമുക്ക് ഉറപ്പാണ്. അതുകൊണ്ട് വരുന്ന അങ്ങനെ എല്ലാവരും മാത്രമല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് കാണാനും. ഞാൻ ഓട്ടോറിക്ഷക്കാർ ഈ ലാലിനോട് ആരെയും ഓട്ടോറിക്ഷക്കാരോട് ഇത്ര വർത്താനോട് എന്നെ വിചാരിക്കുന്നു. ഞാൻ അയാളുടെ ആദ്യം കൊണ്ടിട്ടു. കാരണം ഞാനിവിടെ പഠിപ്പിച്ച ടീച്ചറാണ്. ഞാൻ വന്ന വഴിയെല്ലാം നടന്നു വന്ന വരുമ്പോഴൊന്നും കാണാനില്ല, വളരെയധികം മാറ്റം വന്നിരിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും എന്തുകൊണ്ടും എല്ലാ ലെവലിലും ഫിനാൻഷ്യലി പ്രൊഫഷണലി ഒക്കെ നിങ്ങൾ ഞങ്ങളിലും മേലെയാണ്. എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ആദ്യത്തെ കുട്ടികൾ നിങ്ങൾ തന്നെയാണ്. ഞാൻ പഠിപ്പിച്ച സ്ഥാപനം ഇതാണ്. ഇന്നും ഇവിടുത്തെ ഒരുപാട് അനുഭവങ്ങൾ നിങ്ങളിലൂടെ കിട്ടിയിട്ടുള്ള കുറേ അനുഭവങ്ങൾ. ഞാനിപ്പോൾ അധ്യാപകർക്ക് പരിശീലനം കൊടുക്കുന്ന ഒരു സ്ഥാപനത്തിലെ അധ്യാപികയാണ്. അധ്യാപകരെ പരിശീലിപ്പിക്കൽ, പക്ഷെ കുട്ടികളെ കൊടുക്കുന്ന ആ ക്ലാസ്സിന്റെ ഒരു സാറ്റിസ്ഫാക്ഷനും ഒരു സന്തോഷമൊന്നും ഈ അധ്യാപകരെ അവരും തന്നെ ചെറുത് തേടി ആരുമായി തന്നെ സർക്കാർ പറയുന്നതിനനുസരിച്ച് ഞാൻ അവരോടൊന്ന് ചെയ്യാൻ പറയും. അപ്പോൾ കഴിയുമ്പോൾ സർവീസിനെ പുറത്താക്കിയിട്ടൊക്കെ കഴിയുമല്ലോ. ഇന്ന് കൃത്യ ഇംഗ്ലീഷ് മാത്രമേ പറയാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞ അവർ സെൻറ്റൻസ് ആ കുട്ടി എനിക്ക് ഇതുവരെ നിങ്ങൾക്ക് പോയതിനെ കാണാൻ പറ്റും. നിങ്ങൾ ആരെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു അന്വേഷണം അവരോട് പറയണം. ഇന്ന് ഞാൻ കുട്ടി പോയാൽ ഇവിടെ എൻ്റെ മോൻ കയറി വന്നു. ഹോസ്പിറ്റലിൽ ഞാൻ പറഞ്ഞു എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. ഇപ്പം ഞാൻ പറയുന്നത് ഒന്നും നിങ്ങൾക്ക് പിടിക്കില്ല, എല്ലാം എന്നോട് ചേർച്ചയായിട്ട് പറയണമെന്നൊക്കെ തോന്നാം. അങ്ങനെ തോന്നിയ കുറേ ആൾക്കാർ സ്നേഹത്തോടെയൊക്കെ വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എന്തായാലും 2-3 മണിക്കൂർ അവരുടെ സ്നേഹം പങ്കിടാൻ പോവാന്ന് പറഞ്ഞിട്ട് പോയിരുന്നു. വളരെ സന്തോഷമുണ്ട് മക്കളെ. പക്ഷേ ആളുകളുടെ എണ്ണം കുറച്ച് കാണുന്നു. കഴിഞ്ഞ പ്രാവശ്യം കണ്ട കുറച്ച് പേരെ കാണാൻ്റെ പല അസൗകര്യങ്ങളാവാം. പക്ഷെ കഴിഞ്ഞ പോലെ വരാത്തവർ ഇപ്പോഴും വരാത്തവരുണ്ട്. ഞങ്ങൾ കാണാൻ വളരെ ഇഷ്ടപ്പെടുന്ന പലരും നിങ്ങളുടെ കൂട്ടത്തിൽ കാണാൻ ആഗ്രഹിക്കുന്ന പലരെയും ഇനിയും കാണാനുണ്ട്. അപ്പൊ അടുത്ത കൊല്ലത്തെ ഗെറ്റ് ടുഗദർ കഴിയുന്നതും കുറെ കൂടി വിപുലീകരിക്കാൻ ഇതിന്റെ ഒരു റിവ്യൂ ഉണ്ടാവുമ്പോൾ നിങ്ങൾ അവരോടൊക്കെ ഞങ്ങളുടെ സ്നേഹാന്വേഷണം പറയണം.
മക്കൾക്കും മക്കളുടെ കുടുംബത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ. നല്ല സന്തോഷപ്രദമായ ഒരു ഓണമാക്കി പഠിപ്പിക്കുന്ന കാലത്ത് വായ്പ കണ്ട എനിക്ക് കേൾക്കിയത് അതുകൊണ്ട് പ്രത്യേകിച്ച് പരിചയമില്ല. അതുകൊണ്ടാണ് ഞാൻ ഒന്നിനും പറയാത്തത്. എന്തായാലും എല്ലാവരും വന്ന് എന്നെ കണ്ടാൽ പറയുന്നത് എന്നെ തല്ലി എല്ലാവരും തല്ലിന്റെ കാര്യം നല്ല ഓർമ്മയില്ലെന്നാണ് തോന്നുന്നത്. പക്ഷെ ആ തല്ലിന്റെ ഓർമ്മയോട് കൂടി എന്നെ ഓർമ്മയിൽ മനസ്സിലായിട്ടുണ്ട് ഇവിടെ വന്നപ്പോ. എല്ലാവരും നല്ല നിലയിലെത്തി. നിങ്ങളെല്ലാവരെയും കണ്ട് നിങ്ങളുടെ ആ സന്തോഷത്തിലൊക്കെ പങ്കുചേരാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരും ഞങ്ങളിലൊക്കെ വളരെ ഉന്നത നിലയിൽ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു സന്തോഷമാണ് ഏറ്റവും അധികം. അങ്ങനെ കൊല്ലത്തിലേക്ക് നിങ്ങളൊക്കെ കാണാൻ പറ്റുന്നത് അത് വലിയൊരു കാര്യമാണ്. അനിയത്തി വഴിക്കായാലും ഞാൻ വഴിക്കായാലും നിങ്ങളെ എപ്പോഴും എന്നെ ഓർമ്മിക്കുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. എല്ലാവർക്കും നല്ല ഭാവി ഉണ്ടാവട്ടേത്. ഇനിയും നിങ്ങൾ ഉയർന്നു വരട്ടേത് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ പ്രവർത്തകരെ പിന്നെ എൻ്റെ ശിക്ഷകരണം അവരുടെ കുടുംബാംഗങ്ങൾ ഇവരൊക്കെ പിരിഞ്ഞ് ഒരു വർഷം പിരിഞ്ഞിരുന്നു. ആ ഒരു വർഷത്തെ ഗ്യാപ്പ് വളരെ വലുതാണെന്ന് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ വിളിക്കാതെ ആയപ്പോഴും ഞാൻ ഈ ടീച്ചർമാർ പറഞ്ഞ പോലെ ആലോചിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ പിള്ളേരൊന്നും അറിയിക്കുക പോലും ചെയ്യാത്തത്. അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ ജെന്നിലെ റീന എന്നെ വിളിച്ചു, ശ്രീജ എന്നെ വിളിച്ചു, ജെന്നിലെ ഇവരൊക്കെ വിളിച്ചു കാര്യത്തിന്. അപ്പം ഞാൻ വന്നു, നിങ്ങളെല്ലാവരും കണ്ടു, ഒരുപാട് സന്തോഷം. ഇതിനെ പറ്റി ഒന്നും പറയില്ല. ജെന്നിലെ ആരാന്ന് ചോദിക്കാൻ എടുക്കും. ജെന്നിലെ ആരാന്ന് ഇതിലെ ഏതാ ജെന്നിലെന്ന് ചോദിച്ചു ഒരു ടീച്ചർ. ടീച്ചർക്ക് ഏത് ഞാൻ പറയുന്നില്ല. ചോദിച്ചത് എനിക്ക് ടീച്ചറാണോ? അപ്പൊ നിങ്ങളൊക്കെ ഒരുപാട് തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ നിങ്ങൾ മാറിപ്പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ ടീച്ചേഴ്സ് പറഞ്ഞതുപോലെ ശാരീരികമായിട്ടും അതുപോലെ ഫിനാൻഷ്യലി എല്ലാം നിങ്ങൾക്ക് വളരെയധികം മാറ്റം വന്നു കഴിഞ്ഞു. പക്ഷെ നിങ്ങളിലെ ഇങ്ങനെയൊക്കെ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ മറക്കുന്നില്ല എന്നുള്ളത് വലിയൊരു സന്തോഷം. അപ്പോൾ മേക്കോക്കെ കാക്കേറ്റി എന്ന് പറഞ്ഞിട്ട് എനിക്ക് തിരി വന്നു അടിച്ചടിച്ച് പഠിപ്പിച്ചപ്പോഴാണ് സത്യമാണ്. അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് ഒരാളെൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞാൻ ബോംബെ പോയി സ്റ്റാർട്ടിങ്ങിന് ഒരു പൈസ പറഞ്ഞിട്ട് പറഞ്ഞു 1 കിലോ അല്ലേ ദുനിയ തരാൻ പറഞ്ഞു. അപ്പൊ ദുനിയ തരാൻ പറഞ്ഞപ്പോൾ കുട്ടിക്കെന്തായാലും ഉണ്ടല്ലോ ദുനിയ ദനിയാണ് ഉദ്ദേശിച്ചത്. വഞ്ചി ഒരു മലയാളി സഹായിക്കുന്നു പറഞ്ഞത്. അപ്പൊ എങ്ങനെയാവട്ടെ ഞങ്ങളുടെ ഭാഷ ഞങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ ഞങ്ങളിലൂടെ നല്ലൊരു ഭാവി നേടിയെടുക്കാൻ സാധിച്ചു എന്ന് പറഞ്ഞൊരു സന്തോഷം. നല്ലൊരു ഓണാശംസ നിങ്ങൾക്ക് നൽകുന്നുണ്ട്. താങ്ക് യു. വേദിയിലും സദസ്സിലിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എന്താ പറയുന്നത് എനിക്കറിയാം. നിങ്ങളെ ഞാൻ സബ്ജക്ട് വൈസായിട്ടൊന്നും പഠിപ്പിച്ചിട്ടില്ല, പക്ഷേ കലാപരമായിട്ട് കുറെ പഠിപ്പിച്ചെന്ന് എനിക്കറിയാം. ജയിലിൽ പറഞ്ഞ പോലെ മിമിക്രി, ലൈവ് മ്യൂസിക്, കഥാപ്രസംഗം, ഓട്ടുന്നുള്ള അവരുടെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ എന്തായാലും നിങ്ങളോടൊത്ത് കഴിഞ്ഞ ആ 2 വർഷങ്ങൾ, ആ 2 ബാച്ചുകളോട് കഴിഞ്ഞ വർഷങ്ങൾ അതുപോലെ സന്തോഷമായിട്ടുള്ള 10 വർഷം പിന്നീടുണ്ടായിട്ടില്ല. അത് ഞാൻ മനസ്സിലേക്ക് പറയാണ്. നിങ്ങളെക്കൊണ്ടുള്ള വർഷങ്ങളാണോ ഒരുപാട് സന്തോഷിച്ചിട്ടുള്ളത്. 10 ബാച്ചുകൾ, 2 ബാച്ചുകൾ. നമ്മൾ ശരിക്കും 10 കുട്ടികളുണ്ടായിരുന്നുള്ളൂ, 10 ടീച്ചേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ. ശരിക്കും ഒരു ചെറിയൊരു കുടുംബം പോലെ ബസ്സിൽ പോവും, കുട്ടികളടക്കാൻ പോവും, എന്തൊക്കെ ചെയ്യുന്നത് എല്ലാം നമ്മൾ തന്നെ ചെയ്തിരുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ വിളിച്ച് ഇങ്ങനെ ഒരു പരിപാടി അറേഞ്ച് ചെയ്തതിൽ ഒരുപാട് നന്ദിയുണ്ട്. കഴിഞ്ഞ വർഷം എനിക്ക് വരാൻ പറ്റില്ല, എന്നാലും CD വന്നു. CD കണ്ടപ്പോൾ ഒരു വളരെ നഷ്ടമാണ് എനിക്ക് അനുഭവപ്പെട്ടത്. പഠിക്കുന്നുണ്ട് ആ കുട്ടീനെ കാണുമ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ പഠിപ്പിച്ചു ഞങ്ങൾ പിന്നെ കുട്ടിയുടെ തോന്നാറുണ്ട് സംസാരത്തിലൂടെ പ്രത്യേകിച്ച്. കഴിഞ്ഞ ദിവസമായിരുന്നു അത് വന്ന് കേൾക്കുന്നത് പറഞ്ഞു, ഇയാൾ മനസ്സിലായ ടീച്ചറേന്ന്. ഞാൻ പറഞ്ഞു എനിക്ക് മനസ്സിലായില്ല. എന്നോട് പറയേ ടീച്ചറെ ഇതുകൊണ്ട് സായിയാണ്. അപ്പോഴും ഞാൻ സായിലൊക്കെ ഈ സായിനെ കണ്ടിട്ട് അപ്പോഴും സായി വന്നിട്ട് ഇവിടെ നോമ്പെടുക്കുന്നുണ്ട്. വളരെ ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും ഇങ്ങനത്തെ
പ്രോഗ്രാമുകളിൽ വീണ്ടും 10 വർഷം ഉണ്ടാവും ഞാൻ ആശിക്കുന്നില്ല. എല്ലാവർക്കും എന്റെ നമസ്കാരം. ഞാൻ ഇതിൽ യാതൊരു നിങ്ങളായിട്ട് കണ്ടു പരിചയം ഉണ്ടാക്കാൻ ഞാൻ പഠിപ്പിച്ചിട്ട് യാതൊന്നുമില്ല. ഇത് സ്വന്തമായിട്ടായാലും പല യൂണിവേഴ്സിറ്റിയിലൊക്കെ പോകുമ്പോൾ ഇതിലൊരു സഹായിക്കണമെങ്കിൽ ഞാൻ പോയിട്ടുണ്ട്. അത്രമാത്രം എനിക്ക് യാതൊരു ഉള്ളൂ. ഇതിന് ശേഷമുള്ള ബാച്ച് തന്നെ കുട്ടികൾ വന്നപ്പോൾ ഞാൻ ഏറ്റവും പരിചയം അറിയാമല്ലോ. അപ്പൊ ആ കാര്യത്തിൽ കുട്ടികൾ ചിലപ്പോൾ വന്ന് എന്നോട് ചോദിക്കാറുണ്ട്, ഇത്രേ അറിയുമെന്ന്. അങ്ങനെ ചോദിക്കുമ്പോൾ തന്നെ ഞങ്ങൾ ചിലപ്പോൾ അപ്സെറ്റ് ആവാറുണ്ട്. ഒന്ന് ബുദ്ധിമുട്ടുന്നു. കാരണം കുട്ടികൾ ആകെ അവരുടെ ഗ്രാമങ്ങളായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ മാത്രമേ ചില കുട്ടികളെ പരിചയം വരുന്നുള്ളൂ. എന്നിരുന്നാലും ഞങ്ങളുടെ ഈ സഹകരണം കണ്ട് ഇനി വരുന്ന തലമുറയിലും ഇതുപോലെ ഇതേപോലെ ഒരു സംഘടന നടത്തിക്കൊണ്ട് പോരണം എന്നുള്ളതുകൊണ്ട്, കൂടാണ്ട് ഇപ്പോൾ വളർന്നു വരുന്ന സമൂഹം, നിങ്ങളുടെ മക്കൾ, നിങ്ങൾ വളർന്ന പോലെയല്ല ഇപ്പോഴത്തെ ജനറേഷൻ, ആ സ്വഭാവം രൂപീകരണത്തിന് കൂടുതലൊന്ന് പ്രാധാന്യം കൊടുക്കണം എന്നുള്ളതും കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു. ഓക്കെ, താങ്ക് യു. ഞങ്ങൾ പരീക്ഷയ്ക്ക് ടീച്ചർമാർ ചെയ്തു. കാരണം വായിച്ചിട്ടുണ്ടാവില്ല. കാരണം ഞങ്ങളൊന്നും 2 ടീച്ചർമാർ ചെയ്തു. പരീക്ഷ ഒക്കെ എഴുതുന്ന സംഭവമാണ്. അങ്ങനെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ ചിലപ്പോൾ ജീവിതത്തിലാവും. എവിടെ നടന്നിട്ടില്ല. നമ്മളെ കുറച്ച് സ്റ്റാൻഡ്, ഓരോരുത്തരുടെ സ്റ്റാൻഡ് എന്ത് ചെയ്യുന്നു, എവിടെ ജോലി ചെയ്യുന്നു, നമ്മൾ പഠിച്ചത് ടീച്ചർമാരെ നമ്മളെ സഹായിച്ചതിന്റെ പേരിൽ ഉണ്ടായ ഗുണങ്ങൾ പോസിറ്റീവ് മാത്രം പറഞ്ഞാൽ മതി, നെഗറ്റീവ് ഒന്നും പറയാം. ഞാൻ എനിക്കപ്പെട്ടുള്ള കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന റിക്വാർട്ട് എഞ്ചിനീയറാണ്. 10 കൊല്ലമെല്ലാം മദ്രാസിലായിരുന്നു. പിന്നെ നാട്ടിൽ നിന്ന് ചെറുതായിട്ടുള്ള അതിപ്പോൾ നന്നായിട്ട് തന്നെ തോന്നുന്നത്. നിങ്ങളെല്ലാവരും തന്നെ വളരെ സന്തോഷം. ഞാൻ കോവിലായിരുന്നു. ജാസ്തി കഴിഞ്ഞിട്ട് ചന്ദ്രാപ്പിയിലാണ് വീട്. 2 മക്കള്, 3 നയൻത്തിന്, ഞാൻ 5th. അശ്വിത, അമൃത. എൻ്റെ ഒരു ജാതി ഞാനിപ്പോൾ 6 years ആയിട്ട് ഞങ്ങൾ പഠിച്ചത് തൃശ്ശൂരാണ്. ഒരു മക്കളും 13 വർഷമായി ദുബായിൽ ജോലി. ഒരു ബാങ്കിൽ IT പ്രൊഫഷണൽ ചെയ്യുന്നു. എല്ലാവരെയും കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. എല്ലാ ടീച്ചർമാരോടും എൻ്റെ കടപ്പാടുണ്ട്. പ്രത്യേകിച്ച് രാമണി ടീച്ചർ, മോഹൻ ടീച്ചർ, ടീച്ചർ എന്തൊരു തമാശ പോലെയായിരുന്നു. ഒത്തിരി ചിരിപ്പിക്കുകയും ഒത്തിരി തമാശകൾ പറഞ്ഞിരുന്നു. എല്ലാവരും അതിൽ സന്തോഷം. ഞാൻ ഒരുപാട് 2 കുട്ടികൾ അപ്പോ ഞാൻ പിന്നെ
ഞാൻ തിരു മകൻ അമർകൃഷ്ണ നീരാജന. ഞാൻ 15 വർഷത്തേക്ക് ദുബായിൽ ജോലി ചെയ്തിട്ടുണ്ട്. ഹലോ, ഞാൻ സുജിത് വീട്ടി. കല്യാണം കഴിച്ച ഒരു ബാച്ചുകളാണ്. ഒരു സിനിമ കൊണ്ട് വളരുകയാണ്. അതാണ് സുഖം. പിന്നെ ഞാൻ കോർപ്പറേറ്റ് കമ്പനി നാഷണൽ സെയിൽസ് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. 125 ഇയേഴ്സ് ഞാൻ ഓർഗനൈസേഷനിലാണ്. കുഴപ്പമില്ലാതെ പോകുന്നു. കുട്ടികളൊന്നും ആയിട്ടില്ല. എല്ലാ ഓട്ടങ്ങളെന്ന് പേരിനാണ് അറിയപ്പെടുന്നത്. അതിന് ബാലി ടീച്ചർ, പീര ടീച്ചർ അതൊക്കെ കഷ്ടപ്പെട്ടുന്നുണ്ട്. താങ്ക് യു. ഞാൻ റിയാസ് ഭാര്യ ഷബീന, മകൾ ഇവിടെ തന്നെ UKG പഠിക്കുന്നു. പേര് പറഞ്ഞില്ല. ചിഞ്ചും മൂത്തമകൾ ആദ്യമായ രണ്ടാമത് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഇംഗ്ലീഷ് കൂടുതൽ പറയുന്നത് ഇംഗ്ലീഷ് പറയില്ല. ഞാൻ ഇംഗ്ലീഷ് പറയും. എൻ്റെ വയസ്സ് തുടങ്ങിയ 3 രൂപ അവിടെ തന്നെയാണ് പഠിക്കുന്നത്. ബാബു ധന്യ അഗ്നി. ഞാൻ അബുദാബിലാണിപ്പോ. 16 ഇയർക്കാണ് പോയി വരുന്നത്. മാരേജ് കഴിഞ്ഞിട്ട് 8 years. ഞാൻ ചേച്ചി ടീച്ചർമാർക്ക് എന്നെ ഓർമ്മയില്ല. എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം എന്നെ പഠിപ്പിച്ച ടീച്ചർമാരെ ഒരിക്കൽ കൂടി കാണാൻ വേണ്ടി വളരെ സന്തോഷമുണ്ട്. കാരണം ഞങ്ങളിലെ തെറ്റുകളും കഴിവുകളും കണ്ടെത്തി ഞങ്ങൾ ഈ നിലയിലാക്കിയത് നിങ്ങളെല്ലാവരും ചേർത്ത്. എത്ര പറഞ്ഞാലും മതിയാവില്ല. ഞങ്ങളിപ്പോ ശ്രീലങ്കയിൽ ബിസിനസ് ചെയ്യാൻ പിന്നെ ഇവിടെ നിന്ന് പഠിക്കാത്തൊരു ഭാഷ ഞാൻ അവിടെ പോയി പഠിച്ചു. ഫ്രഞ്ച് അവിടെ ഞാൻ കുട്ടികൾക്ക് ഫ്രഞ്ച് പഠിപ്പിക്കുകയാണ്. എനിക്ക് 2 മക്കളാണ്. ഒരാൾ വന്നിട്ടുണ്ട്. അത് ദുബായിലാണ്. പിന്നെ 2 മക്കള്. മകൻ +2 എത്തിയിട്ടില്ല, ട്യൂഷനുള്ളായിരുന്നു. പിന്നെ മകള് ഇവിടെ പേച്ചിൽ പഠിക്കുന്നു.
ഒരു ഡിപ്ലോമയ്ക്ക് ബിസിനസ്സാണ് റോഡിലാണ് സുഖേരി ഞാനിവിടെ തന്നെ വർക്ക് ചെയ്ത് സ്കൂളിൽ പഠിച്ച് ഇവിടെ തന്നെ വർക്ക് ചെയ്ത് ഇവിടെ സ്കൂളിൽ പഠിക്കുന്നത് ചേച്ചി പഠിക്കണം മോൻ പഠിക്കുന്ന സമയത്ത് കേൾപ്പിച്ചവരുടെ സ്ഥാപനങ്ങളിൽ സൂക്ഷിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് കേൾപ്പിച്ചവരെ നടക്കില്ല ഞാൻ ടീച്ചർക്ക് ടീച്ചറിന്റെ പേരുകൾ കുറവില്ല ടീച്ചറിനൊക്കെ എന്തായാലും നിങ്ങളുടെ വീട്ടിൽ ടീച്ചറുടെ കാര്യം ജീവിതത്തിൽ വിളിച്ചാണ് അങ്ങനെ രണ്ടുപേരും കൂടെ എൻ്റെ പേര് ദേവകുമാർ. എൻ്റെ ഹസ്ബൻഡ് ഫാജു ഞാനവിടെ താമസമുണ്ട്. അവർക്ക് 3 നാൾ ഞാൻ സുഖമായിരിക്കുന്നു. പഠിക്കുന്നുണ്ട് പഠിക്കുന്നു താങ്ക് യു. എൻ്റെ പേര് സോണി. എൻ്റെ ഹസ്ബൻഡ് 2 മക്കളുണ്ട്. പിന്നെ ഞാൻ സത്യല്ലൂർ സ്കൂളിൽ ജോലി ചെയ്യുന്നു. ഹലോ, ഞാൻ സുധേഷ്. ബ്രദറുണ്ട് അമീർ ഓർമ്മ